എല്ലാ വീട്ടമ്മമാരും ഒരു തലവേദനയാണല്ലേ. ബാത്റൂമിലെ ചെരുപ്പ് ഇതുപോലെ ചപ്പ് കെട്ടി കരിമ്പനടിച്ചിട്ട് എത്ര കഴുകിയാലും അത് അതിൻ്റെ സ്വഭാവം കാണിക്കണ ഒരു വിഷമം. അപ്പോൾ ഇനി ആരും ആ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട കേട്ടോ. എത്ര ചപ്പ് കെട്ടി കരിമ്പനടിച്ച ചെരുപ്പാണെങ്കിലും നമുക്ക് അധികം ഉരക്കാനോ പിടിക്കാനോ ഒന്നും നോക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, നല്ല ഫിനിഷ് പുത്തനാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിക്കണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടല്ലോ നമ്മൾ ചെരുപ്പിൻ്റെ ഒക്കെ അവസ്ഥ. ഇതുപോലുള്ള ചെരുപ്പുകളൊക്കെ അധികം ആളുകളെ വീട്ടിലുണ്ടാവും. അധികം നല്ല എല്ലാവരും വീട്ടിൽ ബാത്റൂമിലും അത്യാവശ്യം നല്ല നനവൊക്കെ തട്ടണ കൊണ്ട് തന്നെ നല്ലോണം ചെരുപ്പ്, എത്ര പുത്തൻ ചെരുപ്പ് നമ്മൾ വാങ്ങിയിട്ട് ബാത്റൂമിൽ ഇട്ട് കഴിഞ്ഞാലും ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കും ആ ചെരുപ്പിന് ചെറിയ ചെറിയ കറുപ്പ് പുള്ളിക്കുത്തൊക്കെ വന്നിട്ട് പിന്നെ നമ്മളത് കഴുകും. പക്ഷെ കഴുകി 1-2 വട്ടമൊക്കെ കഴുകുമ്പോഴേക്കും നമുക്ക് എന്തായാലും മടിപ്പ് വരും. കാരണം അതിലപ്പുറമായിട്ടാണ് 2 ദിവസം കൊണ്ട് വീണ്ടും ഇതേ അവസ്ഥ വരിക. അത് ചിലവരൊക്കെ എന്താ ചെയ്യുക, കുറച്ചൊക്കെ നല്ലോണം ചപ്പ് കെട്ടി കൊഴുപ്പാകാന്ന് കണ്ടാൽ വേഗം പുറത്തേക്ക് എറിയും. പക്ഷേ ചില ആളുകളൊക്കെ ഇത് ഉരച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് കൈപ്പലൊക്കെ വേദന ആകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആരും ഉരച്ചൊന്നും ബുദ്ധിമുട്ടാത്ത രീതിയിൽ നമുക്കിത് നല്ല പുത്തനാക്കി എടുക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു തൊട്ടിൽ പാത്രം, വട്ടപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്ത് കണ്ടോളി കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്താളി. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണ്, ഇതൊരു ലിക്വിഡാണ്. നിങ്ങൾക്ക് ബാത്റൂം കഴുകണ ഹാർപ്പിക്കോ അതല്ലെങ്കിൽ പെനോയിലോ എന്താണോ നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഇത് പണ്ട് മോദിക്കാർന്ന് വാങ്ങിയിട്ടുള്ളൊരു ബാത്റൂം ക്ലീനിങ് ആട്ടോ, ക്ലീൻ ചെയ്യണ ഒരു വെള്ളമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ബേക്കിംഗ് സോഡയാണ്, അപ്പക്കാരം. അപ്പം നിങ്ങളടുത്ത് അപ്പക്കാരല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഇറ്റിച്ചു കൊടുത്താലും മതിയാവും. അപ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 മൂടി വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പറയുക, പതഞ്ഞിങ്ങനെ പൊങ്ങും കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിനൊക്കെ അത് നമ്മൾ ഗ്ലൗസൊക്കെ ധരിച്ചിട്ട് ചെരുപ്പ് കഴുകാൻ വേണ്ടി നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്ലൗസ് ഇല്ലെങ്കിൽ ഒരു കവറ് ചുറ്റിയിട്ട് ചെയ്യാട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എന്താ, ഡിറ്റർജൻ്റാണ്. നമ്മൾ സർഫും പൊടി എന്നൊക്കെ കേട്ടോ സാധാരണ ഭാഷയിൽ പറയൽ. അപ്പോൾ അങ്ങനെ സർഫും പൊടി ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച വെള്ളം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നല്ല തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉരുകൊന്നുമില്ല. കാരണം നമ്മൾ പരന്ന പാത്രത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി സാധ്യത ഉണ്ട്. അതുകൊണ്ട് പാത്രം ഉരുകുന്നൊന്നും പേടിക്കാൻ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തോളി. അപ്പോൾ അതൊക്കെ ഇട്ടപ്പോഴേക്കും നമുക്ക് കയ്യിൽ നിന്നും കവറൊക്കെ ഇട്ട് ചെയ്യണോണ്ട് തന്നെ കൈമക്ക് പൊള്ളലൊന്നും വരുന്നില്ല കേട്ടോ, നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് നിന്നോളി കേട്ടോ. കാരണം ഇതിൽ നമ്മൾ കുറച്ചൊരു ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ എന്താണ് ലിക്വിഡുകളൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ കയ്യിന് തകരാറ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്. ഇനി വെള്ളത്തിലേക്ക് ഈ ഒരു ചെരുപ്പുണ്ടല്ലോ, ഇതൊരു 1/2 മണിക്കൂർ സമയമെങ്കിലും ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെക്കണം കേട്ടോ. കമിഴ്ത്തി വെച്ചിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് നമ്മൾ ചെരുപ്പിടുമ്പോൾ എന്തായാലും വെള്ളത്തിൽ നിന്ന് പൊങ്ങും. അപ്പോൾ പൊങ്ങുമ്പോൾ വെള്ളം തട്ടാതിരിക്കില്ല, എന്നാലും ഇതിൻ്റെ ആ സൈഡിലൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കനുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് അമർന്ന് കിടന്ന് 1/2 മണിക്കൂർ നല്ല ചൂട് വെള്ളത്തിൽ ഈ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മളിതിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒക്കെ ആ ഒരു ഗുണം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെരുപ്പിലത്തെ കരിമ്പനും കറുപ്പും എച്ചിലും എല്ലാം പെട്ടെന്ന് നീങ്ങി പോകുന്നത്. ഇതുപോലെ വെച്ചെടുക്കുക. താന്നല്ലോ എന്താണ് ഞാൻ അടിഭാഗത്തുണ്ടെങ്കിലും മുകൾ ഭാഗത്തുണ്ടെങ്കിലും ഒക്കെ ഫിനിഷായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്തൊരു എച്ചിലാണ് ആ ചെരുപ്പുമേൽ ഇതുവരെ കഴുകിയില്ലാന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു പക്ഷേ വീഡിയോയിൽ നല്ലോണം എച്ചിലുണ്ടെങ്കിൽ വീഡിയോയിൽ കണ്ടാൽ അതൊരു എച്ചിലായിട്ട് തോന്നുള്ളൂ. നമ്മുടെ ഭാഷയിൽ ഇവിടെ ഉച്ചിൽ എന്നൊക്കെ കേട്ടോ പറയാം. അതുപോലെ തന്നെ കരിമ്പനൊക്കെ പോകാതെ നല്ലൊരു ഇതാണ് കേട്ടോ. അധികം ആളുകളെ ചെരുപ്പും കരിമ്പനാവൂലേ.
അപ്പോൾ അങ്ങനെ ആ ചെരുപ്പ് നല്ലോണം ഒന്ന് കരിമ്പനായി അഴുകിയതാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാസത്തോളം ചെരുപ്പ് തേച്ചേക്കാതെ വെച്ചതാണ്. എന്തിനാ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര തന്നെ ഒരു മാസം നമ്മൾ തേച്ച് കഴുകിയില്ലെങ്കിൽ പെട്ടെന്ന് ഫിനിഷായി കിട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഒരു ചെയ്യണ സംഭവം എന്ന് വെച്ചാൽ. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, നിങ്ങളടുത്തുള്ള ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ലോണം കുതിർന്ന്, ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം കുതിർന്നതാ ഒരു ബ്രഷ് ഇതുപോലെ കണ്ട് ഇതാ ബ്രഷ് കൊണ്ട് തേക്കുമ്പോൾ തന്നെ നല്ലോണം ഇളകുന്നുണ്ട് കേട്ടോ. ബ്രഷോ മിസ്വാക്കോ എന്തെങ്കിലുമൊക്കെ എടുത്തോളി, കുറച്ചൊരു ഓരോ നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ കമ്പി ഒന്നും എടുത്ത് വരക്കണ്ട കേട്ടോ. കമ്പിയൊക്കെ എടുത്ത് വരക്കണേക്കാളും കമ്പിയൊക്കെ പിന്നെ വരക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ കയ്യിനൊക്കെ കുത്തണ പേടിയൊക്കെ വിചാരിച്ചിട്ടാണ് ഇതുപോലുള്ള ബ്രഷ് വെച്ചിട്ട് വരച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ കുറച്ചൊന്ന് വരച്ചപ്പോഴേക്കും അത്യാവശ്യം അയിമെന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ട് അയിമെന്ന് നമുക്ക് പോരാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അത് ഏതായാലും ഇപ്പം ഞാൻ കുറച്ചും കൂടി സമയം ഒന്ന് ഈ വെള്ളത്തിൽ തന്നെ കമിഴ്ത്തിയിടാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കമിഴ്ത്തിട്ടാൽ മറ്റേതൊന്ന് തേക്കുമ്പോഴത്തേനും ഒന്നും കൂടെ പൊതിർന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതാ നമുക്ക് ഇത് കണ്ടാണ് ഇതാ എത്ര മാറ്റമുണ്ട് അല്ലേ, നല്ല മാറ്റമുണ്ട് കേട്ടോ. ഒന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുതിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ ഒരുതിയിട്ട് ഇത് ആ വെള്ളത്തിൽ തന്നെ ഇട്ടിച്ചിട്ട് എന്ത് ചെയ്യണം, മറ്റതും കൂടെ നമുക്കൊന്ന് ഇതുപോലെ അടിഭാഗമൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടിഭാഗമൊക്കെ താനേ ഇളകി പോന്നിട്ടുണ്ട്. അധിക വീട്ടമ്മമാർക്കുള്ളൊരു തലവേദനയാണ് എന്ത് ഈ എന്താണ് ചെരുപ്പ്. ബാത്റൂമിൽ ചെരുപ്പില്ലാതെ പറ്റൂലല്ലോ. പക്ഷേ എത്രയോ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ലോണം ഒച്ചിലൊക്കെ പൊടിച്ചിട്ട് ഞാനത് കൊണ്ടുപോയി എറിയലാണെന്ന്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് നടക്കണ കാര്യമില്ലല്ലോ. ഒരു ചെരുപ്പ് എന്തായാലും ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും വേഗം ചെരുപ്പ് കോലം മാറും. കാരണം ആ ഈർപ്പം തട്ടി. അപ്പോൾ എപ്പോഴും നമുക്ക് ചെരുപ്പ് കളയാന്ന് വെച്ചാൽ അപ്പോൾ ഇതുപോലെ കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതും മറ്റൊരാൾ നമ്മൾ ബാത്റൂമൊക്കെ കയറുമ്പോൾ അറപ്പ് തോന്നാത്ത രീതിയിൽ നല്ല ഫിനിഷായിട്ട് ചെരുപ്പ് നിൽക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ഇവിടെ കാണിക്കണത്. അപ്പോൾ ഇത് രണ്ടും ഇതാ നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് എങ്ങനെയാണ് കളർ ഇതാ ഇതുപോലെയാണ് കളർ ഇതാ. ആ ഒരു ചെരുപ്പാണ് ഈ ഒരു ചെരുപ്പ്, നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവൂല അല്ലേ എന്തൊരു നല്ല ചെരുപ്പായിക്കണ്. എന്താ വെച്ചാൽ ഇതിപ്പോൾ നല്ലോണം പഴക്കം ചെന്ന ചെരുപ്പാണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യലറിയോ, ബാത്റൂമിലെ ചെരുപ്പ് പറ്റങ്ങോട്ട് മോശമായി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എറിയലൊന്നുമില്ല. അധികം ആളുകൾ എന്താ ചെയ്യലറിയാം, ഇത് ഉരക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അതുപോലെ തന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നിട്ട് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഈ ഒരു ചെരുപ്പ് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എത്രയോ ആളുകളുണ്ട് ഒഴിവാക്കിയിട്ട് വേറെ വാങ്ങുന്നത്. പക്ഷെ നമ്മളെ ബാത്റൂമിൻ്റെ ചെരുപ്പുണ്ടല്ലോ നമ്മളെ തോൽപ്പിക്കുന്ന പരിപാടിയാണ്. നമ്മൾ തോറ്റു പോകും. കാരണം ഇനിയിപ്പോൾ എത്ര പുതിയ ചെരുപ്പ് വാങ്ങിയിട്ട് ബാത്റൂമിൽ ഇട്ടാലും ഒരാഴ്ച കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്ര നമ്മൾ കഴുകുന്ന ആളുകളാണെങ്കിലും കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ആ ഒരു പുതിയ ചെരുപ്പാണെങ്കിലും അത് വൃത്തിയേടെ ഇങ്ങനെ വരും. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു ചെരുപ്പിനെയാണ് ആ രൂപമാക്കിയത്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ചെരുപ്പുണ്ടല്ലോ ഓനുമാണ് നല്ലോണം കഴുകി വൃത്തിയാക്കുക. അപ്പോൾ ഏതായാലും ഈ ഒരു പണി ഇതുപോലുള്ള ചെരുപ്പൊക്കെ ഈ മഴക്കാലത്തൊക്കെ പുറത്തൊക്കെ കിടന്നിട്ട് മഴയും വെയിലും കൊണ്ടിട്ട് ഇതുപോലെ കരിമ്പനടിച്ച നല്ല വലിയൊരു പഴക്കാലത്തെ ചെരുപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു പണി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ അടിയിലുണ്ടായ ചെരുപ്പിന് ഇത്ര പണിയില്ല കേട്ടോ. ഈ ബാത്റൂമത്തെ ചെരുപ്പിനാണ് വലിയ പണി ഉണ്ടാവുക. അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും തലവേദന ആവണതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുറേ പഴക്കാവാൻ നിൽക്കാതെ വേഗം ചെരുപ്പ് കഴുകിയാൽ മതി. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം കഴുകാതെ വെച്ചുകൊണ്ട് അട്ടിയാക്കി വേണ്ട കാണിച്ചു തന്നാട്ടോ. കാരണം നിങ്ങൾക്കത് ഇത്രയും ആയത് ഇങ്ങനെ ആയല്ലോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുണ്ടില്ലേ നല്ലോണം ഫിനിഷായിട്ടുണ്ട്. എത്ര മാറ്റമുണ്ടല്ലേ ഇങ്ങനെ ചെരുപ്പാണ്. പിന്നെ ഇത് നല്ല പഴക്കമുള്ള ഒരു ചെരുപ്പാണ് കേട്ടോ. ഞാനങ്ങനെ ഒഴിവാക്കലൊന്നുമില്ല. പെട്ടെന്ന് ഇനിയിപ്പോൾ കുറച്ചൊന്ന് കരിമ്പനടിച്ച് വെച്ചിട്ട് ബാത്റൂമത്തെ ചെരുപ്പ് വേഗം വേറെ പുതിയത് മാറ്റമൊന്നും ചെയ്യല്ല കേട്ടോ. ഞാൻ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഇതൊക്കെ ചേർത്തിട്ട് കഴുകലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇനി ബാത്റൂമിലെ ചെരുപ്പൊന്നും വേഗം അങ്ങോട്ട് എറിയണ്ട. അതുപോലെ തന്നെ കഴുകാൻ ഒഴിവില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിപ്പോൾ നല്ല പഴക്കമുള്ള ചെരുപ്പായിട്ട് തന്നെ എത്രയും ക്ലിയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ ചെരുപ്പൊക്കെ നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെട്ടി തിളങ്ങും കേട്ടോ. ഇതന്നെ നല്ല തിളക്കമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോയിൽ നിങ്ങൾ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു സൂത്രം നിങ്ങളെ പരമാവധി ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടും. എത്രയോ ആളുകളുണ്ട് ഇത് വലിയൊരു തലവേദന ആയിട്ട് നിൽക്കുന്ന ആളുകൾ.
എത്ര തേച്ച് കഴുകിയാലും അതിൽ എത്ര പുതിയത് വാങ്ങിയിട്ടാലും വെറും ഒരാഴ്ചത്തെ കൂടി വന്നാൽ കിട്ടുള്ളൂ വൃത്തിയിൽ. പിന്നെ പുള്ളിക്കുത്തും കറിയും എച്ചിലും എല്ലാം കൂടായിട്ട് ബാത്റൂമൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു ചെരുപ്പായിരിക്കും തലവേദന. അപ്പോൾ ഇനി അത് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ മറക്കലിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്തോളി. എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയൊരു ചിലവോ കാര്യമോ സമയം ഒന്നുമില്ലാതെ അടിപൊളി ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അസ്സലാമു അലൈക്കും.